ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഗാന്ധി കണ്ണാടി എന്ന നടത്തിൻ്റെ തമിഴ്നാട്ടിൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന നടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഗെയിം ഓഫ് ലോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പ് എന്നത് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ എന്താ കഞ്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം വരുന്നുണ്ട് സെപ്റ്റംബർ 5 അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ത്രിഭുവനധാരി ബാർബറിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിൻ്റെ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഐമാക്സ് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അന്തേര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു 4 പോസ്റ്റേഴ്സ് ഉണ്ട്. 4 ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഒരു സീരീസ് ആണിത്. ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കണ്ടവർ കണ്ടോക്കാം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കോൺസ്റ്റബിൾ കനകം എന്ന് പറഞ്ഞിട്ടുള്ളതും OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ തെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള Z5 ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആയിട്ടുള്ളത്. പിന്നെ സിസു എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട്, സിസു 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റില്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും നവംബർ 21 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ മെട്രോ ഇൻ ഡൈനോ എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 29 OTT റിലീസാകുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അന്ത 7 നാട്കൾ എന്ന് പറഞ്ഞതിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സൂ ഫ്രം സോ എന്ന് പറഞ്ഞതിൻ്റെ 3rd വീക്കിലുള്ള കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ DQ41 ദുൽഖർ സൽമാൻ്റെ 41ാമത്തെ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള രവി നലക്കുടിയുടെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ മിറ എന്ന് പറഞ്ഞ ഹിന്ദിയിൽ റിലീസിന് എത്തിക്കുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞതിൻ്റെ ട്രെയിലർ കൂലി എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ബുള്ളറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ടീസർ കൂലി എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആൻപാവം കൊല്ലാത്തത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ടീസറും അതും കൂലിയുടെ കൂടെ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂലി നാളെ റിലീസാവുന്നുള്ള അറിയിച്ചുകൊണ്ട് പടത്തിൻ്റെ റിലീസിൻ്റെ മുന്നത്തെ ദിവസം ഒരു പോസ്റ്റർ ഒക്കെ ആയിരുന്നു. ആ പോസ്റ്ററാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും പ്രീസെയിൽസിലൂടെ മാത്രം 100 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോകേഷൻ രാജ് തലേദിവസം എല്ലാ പടത്തിനും ഇട്ടുന്ന പോലെ കുറച്ച് എഴുതിയിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഫിലിമാണെന്നുള്ളത്. അതാൾ കുറേ മുന്നേ പറഞ്ഞതാണെങ്കിലും പക്ഷേ ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയെന്ന് മാത്രം. പിന്നെ രജനീകാന്ത് 50 വർഷമായിട്ടുണ്ട് സിനിമാ കരിയറിലേക്ക് വന്നിട്ട്. പിന്നെ ഈ പടം കാണാനായിട്ട് ദുഷ്ര വിജയൻ, ധനുഷ്, അതേമാതിരി പ്രിയങ്ക മോഹനൊക്കെ രോഹിണി എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഈ പടം എന്തായാലും നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം 3.7 മില്യണിലും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 30 കോടിയുടെ അടുത്ത് നേടിയിട്ടുണ്ട്. പിന്നെ ഓവർസീസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 8.15 മില്യണിലും കൂടുതലായിട്ടുണ്ട്. ലിയോൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 8.15 ആയിരുന്നു. അതിൻ്റെ മുകളിലേക്കായിട്ടുണ്ട് എന്തായാലും കൂലി എന്ന് പറഞ്ഞതിൻ്റെ. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നേടുന്ന തമിഴ് ഫിലിമായിട്ട് ഇപ്പോൾ കൂലി മാറിയിട്ടുണ്ട് ഓവർസീസിൽ. പിന്നെ കേരളത്തിൽ നിന്ന് ഏകദേശം 9.60 കോടി എന്നുള്ളതാണ് കേൾക്കുന്നത്. 10 ആയി കഴിഞ്ഞാൽ ഡബിൾ ഡിജിറ്റിൽ കയറാം. അത് എന്താവും എന്നുള്ളത് ഫൈനൽ ഇതിൽ അറിയാൻ പറ്റുള്ളൂ. അത് മിക്കവാറും ഇന്ന് അറിയുണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. എന്തായാലും കേരളത്തിലത്തെ പ്രീസെയിൽസ് ഏകദേശം 8 കോടിയുടെ അടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 3ാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആണ് കേരളത്തിലത്തെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഫസ്റ്റ് എമ്പുരാനാണ് 14.07 കോടി, 2ാമത്തെ ലിയോ ആണ് 12 കോടി, 3ാമത്തെ ഇപ്പോൾ ഇതായി മാറിയിട്ടുണ്ട്. ഏകദേശം 10 കോടിയുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പിന്നെ കേരളത്തിൽ തമിഴ് പടത്തിൽ വെച്ച് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം നോക്കുകയാണെങ്കിൽ ലിയോ തന്നെയാണ് ഇപ്പോഴും. പിന്നെ കേരളത്തിൽ പടത്തിൻ്റെ 2ാമത്തെ ദിവസത്തെ പ്രീസെയിൽസ് അല്ലെങ്കിൽ ടിക്കറ്റ്സ് ഓൾറെഡി സോൾഡ് ആയിട്ടുള്ള ഏകദേശം 3.75 കോടിയുടെ മുകളിലേക്കാണ്. എന്തായാലും പടത്തിൻ്റെ അഭിപ്രായം മോശമായതുകൊണ്ട് തന്നെ ഇനി ആൾക്കാർ കുറയാനാണ് ചാൻസ്. എന്തായാലും ഈ പടത്തിൽ മെയിനായിട്ട് ഒരു പോസിറ്റീവായി പറഞ്ഞ് ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനിൽ രജനീകാന്തിന് DIGing ചെയ്തിട്ടുള്ള സംഭവമാണ്. ഗംഭീര എന്നുള്ള പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒപ്പം ക്ലാഷ് റിലീസിനെത്തി പടമാണ് വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിനും മോശം അഭിപ്രായമാണ് കൂടുതലും കിട്ടുന്നത്. എന്തായാലും ചിലർക്ക് വാർ 2 ആണ് കൂലിനായിട്ട് ഇഷ്ടപ്പെട്ട്, ചിലർക്ക് കൂലിയാണ് വാർ 2-നായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തായാലും 2 ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ തണ്ടർബോൾട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം Disney Plus ഓഗസ്റ്റ് 22 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായം കിട്ടിയ ഒരു പടമായിരുന്നു. പിന്നെ കാട്ടാളം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ട് ഓഗസ്റ്റ് 22 തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയിലും ഓവർസീസിലൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഷൂട്ട് നടക്കാൻ പോകുന്നത് പടത്തിൻ്റെ. എന്തായാലും തുടങ്ങട്ടെ, ഗംഭീരമായി വരട്ടെ. പിന്നെ ഡിയർ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ടീസർ ഇന്ന് 5 മണിക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള വൈശാഖ് പൃഥ്വിരാജിന് വെച്ച് കൊടുക്കുന്ന പടത്തിൻ്റെ ആളുടെ പോർഷൻസ് എന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് UK ഷെഡ്യൂളിൻ്റെ. അത് കുറച്ച് ഫൈറ്റ് സീക്വൻസൊക്കെയാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തതെന്നാണ് കേൾക്കുന്നത് UK പല സ്ഥലത്തൊക്കെ ആയിട്ട്. എന്തായാലും പൃഥ്വിരാജ് ഇതിലൊരു ഗോൾഡ് സ്മഗ്ലറായിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.